ഒരിക്കൽ കൂടി VKP കൊമേഴ്സ് എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് ബേസിക് കൺസെപ്റ്റുകളാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷൻ, ഫീച്ചേഴ്സ് ഓഫ് ടാക്സേഷൻ തുടങ്ങിയിട്ടുള്ള ബേസിക് കൺസെപ്റ്റുകൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ, ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് ഇയർ, അസസ്സി തുടങ്ങിയിട്ടുള്ള ബേസിക്. ഇപ്പോൾ ഇൻകം ടാക്സിൽ പ്രധാനപ്പെട്ട രണ്ട് ടേംസാണ്, ഇയേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് ടേംസാണ് പ്രീവിയസ് ഇയറും അതുപോലെ തന്നെ അസസ്മെൻറ്റ് ഇയറും. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഏത് വർഷമാണോ ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുള്ളത് ആ വർഷത്തെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ജനറേറ്റ് ചെയ്യപ്പെട്ട ഇൻകത്തിന് ഏത് വർഷമാണോ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ആ വർഷത്തെയാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാമ്പത്തിക കാലഘട്ടത്തിൽ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 1-4 അതായത് 1 ഏപ്രിൽ 2019 മുതൽ 31 മാർച്ച് 2020 വരെയുള്ള പീരിയഡ് ആയിരിക്കും പ്രീവിയസ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു 12 മാസത്തിൽ ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻകത്തിനാണ് അടുത്ത 12 മാസം, അതായത് 1-4-2020 മുതൽ 31-3-2021 വരെയുള്ള 12 മാസത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുകയും അതിൻ്റെ എത്രയാണോ ടാക്സ് ലാബിലിറ്റി ആ ടാക്സ് ലാബിലിറ്റി അടയ്ക്കുകയും ചെയ്യേണ്ടത്. അതിനെയാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, സെക്ഷൻ 2 സബ്സെക്ഷൻ 8 പ്രകാരം അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ആൻ അസസി ഇൻ ദ പ്രീവിയസ് ഇയർ ആൻഡ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലാബിലിറ്റി. അതാണ് എന്ത് ടാക്സ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അസസ്മെൻറ്റ് ഇയർ എന്താണെന്ന് നോക്കാം. അസസ്മെൻറ്റ് ഇയർ സെക്ഷൻ 2 സബ്സെക്ഷൻ 9 പ്രകാരമാണ് അസസ്മെൻറ്റ് ഇയറിനെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നത്. ഓക്കെ, അത് പ്രകാരം 12 മാസം, അതായത് 1 ഏപ്രിൽ തുടങ്ങി അടുത്ത വർഷത്തെ 31 മാർച്ചിൽ ഫിനിഷ് ചെയ്യുന്ന 12 മാസമുള്ള ഒരു ടേം അല്ലെങ്കിൽ പീരിയഡാണ് എന്ത് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വർഷമാണോ ഇൻകം ജനറേറ്റ് ചെയ്തത് അതിൻ്റെ തൊട്ടടുത്ത വർഷമായിരിക്കും അസസ്മെൻറ്റ് ഇയർ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ് ഈസ് ദ പ്രീവിയസ് ഇയർ ആൻഡ് സച്ച് ഇൻകം ഈസ് ടാക്സബിൾ ദി ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ഇയർ വിച്ച് ഈസ് ദ അസസ്മെൻറ്റ് ഇയർ. കഴിഞ്ഞ വർഷം, അതായത് 2019-20 കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഇൻകത്തിനാണ് 2020-21 കാലഘട്ടത്തിൽ ടാക്സ് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇൻകം ഏൺഡ് ഇൻ ദ പ്രീവിയസ് ഇയർ 2019-20 ഈസ് ടാക്സബിൾ ഇൻ ദ അസസ്മെൻറ്റ് ഇയർ 2020 and 2021. സാധാരണയായിട്ട് എല്ലാ അസസ്മെൻറ്റ് ഇയറുകളും എന്ന് പറയുന്നത് 12 മാസമാണ്. 1 ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യും, 31 മാർച്ചിൽ നെക്സ്റ്റ് ഇയറിൽ എൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ പ്രീവിയസ് ഇയറിലുള്ള ഇൻകത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് ഇയർ എന്താണെന്ന് നോക്കാം. സെക്ഷൻ 3 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് 1961 ഡിഫൈൻസ് പ്രീവിയസ് ഇയർ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് സെക്ഷൻ 3 പ്രകാരം പ്രീവിയസ് ഇയർ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് 12 മാസമുള്ള പീരിയഡാണ്. 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് ഓഫ് നെക്സ്റ്റ് ഇയർ വരെയുള്ള 12 മാസ കാലഘട്ടത്തെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അതായത് ഇൻകം ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പീരിയഡ് ഏതാണോ ആ പീരിയഡിനെയാണ് എന്ത് പറയുന്നത്, പ്രീവിയസ് ഇയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള ഇയറാണ് പ്രീവിയസ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ പ്രീവിയസ് ഇയറിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് ഓഫ് നെക്സ്റ്റ് ഇയർ വരെയാണ് ഒരു പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. പക്ഷേ 1 ഏപ്രിൽ ഓഫ് ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ തന്നെ ആയിരിക്കണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇടക്കാലത്തും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അന്ന് മുതലായിരിക്കും. ദെൻ ടു നെക്സ്റ്റ് 31 മാർച്ച് വരെയുള്ള പീരീഡ് ആയിരിക്കും അവരുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നേരത്തെ നമ്മൾ പറഞ്ഞു 2019 1 ഏപ്രിൽ മുതൽ 2020 മാർച്ച് 31 വരെയാണ് ഒരു പ്രീവിയസ് ഇയർ എങ്കിൽ ഒരു ബിസിനസ്സോ പ്രൊഫഷനോ ന്യൂലി സെറ്റപ്പ് ഉള്ളത്, ഫോർ എക്സാമ്പിൾ ഡിസംബർ 1 ആണ് ബിസിനസ് ഓർ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ
2019 ഡിസംബർ 1 തീയതി മുതൽ 31 മാർച്ച് 2020 വരെയായിരിക്കും അവരുടെ പ്രീവിയസ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇൻ സച്ച് എ കേസ് ദ പ്രീവിയസ് ഇയർ ഷാൾ ബി the period beginning on the date of setting up of the business or profession and ending with the 31st March of the said financial year or the particular financial year. Okay. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണയായിട്ട് പ്രീവിയസ് ഇയറിൽ ഉണ്ടാകുന്ന ഇൻകത്തിനാണ് എന്ത് ചെയ്യുന്നത്, അസസ്മെന്റ് ഇയറിൽ ടാക്സ് കൊടുക്കുന്നത്. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രീവിയസ് ഇയറിലുണ്ടായ ഇൻകത്തിന് അതേ വർഷം തന്നെ അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്ത അതേ വർഷം തന്നെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ള സാഹചര്യം. അപ്പോൾ ഇൻകം ടാക്സ് ഓഫീസർക്ക് മനസ്സിലാവുകയാണ് അടുത്ത വർഷം ഈ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെട്ട ആൾ ഇന്ത്യയിൽ ഇല്ലാതാവുകയോ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുന്നതിൽ ഒഴിവാക്കപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യുകയാണ് എങ്കിൽ അവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കും, ഈ വർഷം തന്നെ ടാക്സ് അടപ്പിക്കും. അപ്പോൾ നമ്മുടെ ജനറൽ റൂളിന് എതിരാണ്. ജനറൽ റൂൾ എന്ന് പറയുന്നത് എന്താണ്, പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് അസസ്മെന്റ് ഇയർ, അതായത് വരാൻ പോകുന്ന നെക്സ്റ്റ് ഇയറിൽ ടാക്സ് ലാബിലിറ്റി അല്ലെങ്കിൽ ടാക്സ് അടച്ചാൽ മതി എന്നുള്ളതാണ്. അതിന് എതിരായിട്ടുള്ള എക്സെപ്ഷൻ ഉള്ള കേസുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡൻ്റ് ആണ്. സെക്ഷൻ 172 പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള നോൺ റെസിഡൻറ്റിൻ്റെ ഷിപ്പിംഗ് ബിസിനസ് ഇന്ത്യയിൽ പ്രവർത്തിക്കുകയും, അതായത് കഴിഞ്ഞ പ്രീവിയസ് ഇയർ ഇന്ത്യയിൽ പ്രവർത്തിക്കുകയും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഷിപ്പിംഗ് ബിസിനസ് ഇന്ത്യ വിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം, അതായത് വരാൻ പോകുന്ന അസസ്മെന്റ് ഇയറിൽ അവർ ടാക്സ് അടയ്ക്കാനുള്ള സാധ്യത ഇല്ല എന്നും കണ്ടു കഴിഞ്ഞാൽ ഈ ഇൻകം ജനറേറ്റ് ചെയ്ത ഇയറിൽ തന്നെ എന്ത് ചെയ്യിപ്പിക്കും, അവരെ കൊണ്ട് ടാക്സ് അടപ്പിക്കുന്ന പ്രോസസ്സാണ് ഈ ഒരു ഫസ്റ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ എക്സെപ്ഷൻ ടു ദി ജനറൽ റൂൾ അഥവാ ആക്സലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ആക്സലറേറ്റ് ചെയ്യാണ്, കാത്തിരിക്കുന്നില്ല, അടുത്ത വർഷത്തേക്ക് കാത്തിരിക്കാതെ ഇൻകം ജനറേറ്റ് ചെയ്ത അതേ വർഷം തന്നെ ടാക്സ് അടപ്പിക്കുന്നത് കൊണ്ടാണ് ആക്സലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സെപ്ഷൻസ് ടു ദി ജനറൽ റൂൾ എന്ന് പറയുന്ന സാഹചര്യം. രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 174 പേഴ്സൺസ് ലീവിംഗ് ഇന്ത്യ വിട്ടുപോകുന്ന ആളുകൾ, അതായത് ഇൻകം ഈ വർഷം ജനറേറ്റ് ചെയ്തു അടുത്ത വർഷം അവർ ഇന്ത്യയിൽ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എങ്കിൽ അവർ ഡിപ്പാർച്ചർ ചെയ്യുകയാണെങ്കിൽ ആ ഡേറ്റ് എന്ത് ചെയ്യേണ്ടി വരും, അവരെ കൊണ്ട് ഈ വർഷം തന്നെ ടാക്സ് അടപ്പിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. ദെൻ അനദർ സിറ്റുവേഷൻ ഈസ് ദാറ്റ് 174A ഏതെങ്കിലും തരത്തിലുള്ള അസോസിയേഷനോ ഓഫ് പേഴ്സൺസോ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസോ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസോ ഏതെങ്കിലും ഒരു സാമ്പത്തിക വർഷം, അതായത് ഈ പ്രീവിയസ് ഇയറിൽ ഫോം ചെയ്യപ്പെടുകയും ഇൻകം ജനറേറ്റ് ചെയ്തതിന് ശേഷം ആ ഇൻകം ഏൺ ചെയ്തതിന് ശേഷം അവർ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ബോഡി ഓഫ് ഇൻഡിവിജ്വലോ അസോസിയേഷൻ ഓഫ് പേഴ്സണോ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സണോ ഡിസോൾവ് അല്ലെങ്കിൽ അവരത് ആ ഒരു അസോസിയേഷൻ ഇല്ലാതാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇൻകം ടാക്സിന് ഓഫീസിനോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ടാക്സ് അടപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യും, ഈ വർഷം തന്നെ അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയറിൽ തന്നെ അവരെ കൊണ്ട് ടാക്സ് അടപ്പിക്കുകയാണ് ഈ ഒരു മൂന്നാമത്തെ സാഹചര്യം 174A എന്നുള്ള സാഹചര്യം. അടുത്ത വരുന്നത് 175 ആണ്. പേഴ്സൺ ലൈക്ലി ടു ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്, അതായത് ഇൻകം ടാക്സ് ഓഫീസർക്ക് മനസ്സിലാകുകയാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ള ഇൻകത്തിന് അടുത്ത വർഷം ടാക്സ് അടയ്ക്കുന്നതിന് പകരം ആ ടാക്സ് ലാബിലിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി ആ ഒരു ഇൻകം മറ്റൊരാളുടെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് എന്ന് ഇൻകം ടാക്സ് ഓഫീസർക്ക് മനസ്സിലാവുകയാണെങ്കിൽ എന്ത് ചെയ്യിക്കാം, ഇൻകം ജനറേറ്റ് ചെയ്ത ആ വർഷം തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു ഇൻകത്തിന് ടാക്സ് അടപ്പിക്കാം. ആക്സിലറേറ്റഡ് അസസ്മെന്റ് ക്യാൻ ബി ഡൺ ഓൺ ദിസ് പർട്ടിക്കുലർ ഇൻകം ഇഫ് ദ ഇൻകം ടാക്സ് ഓഫീസർ assumed that the person is likely to transfer the property to avoid tax. സെക്ഷൻ 175 എന്ന് പറയുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് ലാസ്റ്റ് സിറ്റുവേഷൻ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. അതായത് ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്തിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ട് അതിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്ത് ആ വർഷം ഇൻകം അവർ എന്ത് ചെയ്തു, ഷെയർ ചെയ്തതിന് ശേഷം
ആ വർഷം നെക്സ്റ്റ് ഇയറിൽ ആ ഒരു ബിസിനസ് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എങ്കിൽ ഈ വർഷം തന്നെ എന്ത് ചെയ്യാണ്, ടാക്സ് അടപ്പിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് പ്രൊഫഷൻ ഓർ വൊക്കേഷൻ അനുസരിച്ച് സെക്ഷൻ 176 പ്രകാരം ആ വർഷം തന്നെ അവരെ കൊണ്ട് ടാക്സ് അടപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. അതായത് ദി ഇൻകം ഓഫ് എ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് പ്രൊഫഷൻ ഓർ വൊക്കേഷൻ ഫ്രം ദ എക്സ്പയറി ഓഫ് ദ ലാസ്റ്റ് പ്രീവിയസ് ഇയർ അപ്പ് to the date of discontinuance may be charged to tax in the same year. ഇൻകം ജനറേറ്റ് ചെയ്ത അതേ വർഷം തന്നെ അവരെ കൊണ്ട് ടാക്സ് അടപ്പിക്കണം. ഓക്കെ, ഈ ഒരു 5 എക്സെപ്ഷനാണ് പ്രധാനമായിട്ടും ജനറൽ റൂളിന് വിരുദ്ധമായിട്ടുള്ളത്. അതായത് സാധാരണയായിട്ടുള്ള കേസുകളിൽ പ്രീവിയസ് ഇയറിൽ ഉണ്ടാകുന്ന ഇൻകത്തിന് നെക്സ്റ്റ് ഇയർ, അതായത് അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് അടച്ചാൽ മതി. പക്ഷേ ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് പ്രകാരം ഈ പറയുന്ന 5 സാഹചര്യങ്ങളിലും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇൻകം ടാക്സ് ഓഫീസർ അവരെ കൊണ്ട് ജനറേറ്റ് ചെയ്യപ്പെട്ടുള്ള പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് അടപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അസസി. ഹൂ ഈസ് ആൻ അസസി? ആരാണ് ഒരു അസസി എന്ന് പറയുന്നത്? അസസിയെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 7 പ്രകാരമാണ് അസസിയെക്കുറിച്ച് ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. ദ ടേം അസസി മീൻസ് എ പേഴ്സൺ ബൈ whom any tax or any other sum of money, penalty or interest is payable under this act. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഏതെങ്കിലും ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആകാം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആവാം, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആവാം, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആകാം, കമ്പനി ആകാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആവാം, ആരുമാവാം. ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള ടാക്സ് ലയബിലിറ്റി അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം, പേയ്മെൻറ്റ് ടു ഇൻകം ടാക്സ് ആവാം, റീഫണ്ട് ടു പർട്ടിക്കുലർ പേഴ്സൺ ആവാം, അങ്ങനെയുള്ള ഒരാളെയാണ് എന്ത് പറയുന്നത്, അസസി എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ അസസി ഉണ്ട്. നോർമൽ അസസി പറയുന്നത് എ പേഴ്സൺ ബൈ ഹൂം എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി ഈസ് പേയബിൾ അണ്ടർ ദിസ് ആക്ട്. ദെൻ എ പേഴ്സൺ മേ ബി റെപ്രസെൻറ്റേറ്റീവ് അസസിയും ആവാം. അതായത് a person who is assessable in respect of income or loss of another person. മറ്റൊരാളുടെ ഇൻകത്തിനോ ലോസിനോ അല്ലെങ്കിൽ അയാളുടെ നിയമപരമായിട്ടുള്ള ഇൻകം ടാക്സ് അതോറിറ്റിയുമായിട്ടുള്ള ബാധ്യതയ്ക്ക് മറ്റൊരാൾ റെപ്രസെൻറ്റേറ്റീവായിട്ട് ബാധ്യസ്ഥനാണ് എങ്കിൽ അയാൾ എന്താണ്, റെപ്രസെൻറ്റേറ്റീവ് അസസി അഥവാ ഡീംഡ് അസസി എന്നും പറയാവുന്നതാണ്. റെപ്രസെൻറ്റേറ്റീവ് അസസി. Next we are going to discuss about assessee, section 2 subsection 7. Section 2 subsection 7 പ്രകാരം assessee ആയിട്ട് മീൻ ചെയ്യപ്പെടുന്ന എ പേഴ്സൺ ബൈ ഹൂം എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി പേയബിൾ അണ്ടർ ദിസ് ആക്ട്. 1961 ഇൻകം ടാക്സ് നിയമപ്രകാരം ഇൻകം ടാക്സ് അതോറിറ്റിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള എമൗണ്ട് അടയ്ക്കാനോ തിരിച്ചു മേടിക്കാനോ ബാധ്യതയുള്ള അല്ലെങ്കിൽ ഈ നിയമപ്രകാരം ബാധ്യതയുള്ള ആരെയും നമുക്ക് എന്ത് പറയാം, ഒരു അസസി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ പേഴ്സണാണ്. പേഴ്സൺ എന്ന് പറയുന്നത് പേഴ്സൺ മേ ബി ഇൻഡിവിജ്വൽ, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കമ്പനി, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ തുടങ്ങി ആരും ആവാം. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഈ നിയമത്തിന് ബാധ്യതയുള്ള ഏതെങ്കിലും എമൗണ്ട് ഇൻകം ടാക്സ് അതോറിറ്റിയിലേക്ക് അടയ്ക്കാൻ ബാധ്യതയുള്ള എല്ലാവരെയും നമുക്ക് എന്താ പറയുക, അസസി ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ ആ പേഴ്സണ് ഏതെങ്കിലും തരത്തിൽ ഈ നിയമപ്രകാരം തിരിച്ച് അങ്ങോട്ടേക്ക്, അതായത് അസസിക്ക് തിരിച്ച് കിട്ടാനുള്ള ഏതെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ, ടാക്സ് റീഫണ്ടോ ഇൻട്രസ്റ്റോ ഏതെങ്കിലും തരത്തിലുള്ള പെനാൽറ്റി അങ്ങോട്ടോ ഇങ്ങോട്ടോ പേ ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അയാളെ അസസി ആയിട്ട് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അത്തരം അസസികളെ നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ അസസി എന്ന് പറയാം. ചില സമയത്ത് റെപ്രസെൻറ്റേറ്റീവ് അസസി ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ഒരു പേഴ്സൺ ഫോറിനിലാണ് അല്ലെങ്കിൽ എബ്രോഡിലാണ് താമസം, പക്ഷെ അയാൾക്ക് ഇന്ത്യയിൽ എന്തുണ്ട്, ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ അയാൾക്ക് 2-3 സ്ഥലങ്ങളിൽ റെൻറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അയാൾക്ക് നേരിട്ട് ടാക്സ് അടയ്ക്കാൻ കഴിയുന്നില്ല എങ്കിൽ
അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണ്ടി മറ്റൊരാൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ ഹി ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് പറയും. എ പേഴ്സൺ ഹു ഈസ് അസസബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകം ഓർ ലോസ് ഓഫ് അനദർ പേഴ്സൺ. മറ്റൊരാളുടെ ഇൻകത്തിനോ ലോസിനോ ഒരാൾ ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ എക്സിൻ്റെ ഇൻകത്തിന് വൈ ആണ് ടാക്സ് കൊടുക്കുന്നതെങ്കിൽ വൈ ഈസ് നോൺ ആസ് റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് പറയുന്നു. മറ്റൊരു കേസാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്. എവരി പേഴ്സൺ ഹൂ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി അണ്ടർ എനി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. ഡീംഡ് അസസി എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥതയുള്ള ആൾ മരണപ്പെടുകയോ അതുമായി ബന്ധപ്പെട്ട് ടാക്സ് അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം വരികയാണ് എങ്കിൽ അയാളുടെ ലീഗൽ ഹെയേഴ്സോ ഇമ്മീഡിയറ്റ് ലീഗൽ ഹെയേഴ്സോ അല്ലെങ്കിൽ എൽഡസ്റ്റ് സണ്ണോ എന്തായിരിക്കാം ബാധ്യസ്ഥനായിരിക്കും എന്നുള്ള. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരെന്തായിട്ട് മാറും, അസസി ആയിട്ട് മാറും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഡീംഡ് അസസി എന്നുള്ള കൺസെപ്റ്റ്. എവരി പേഴ്സൺ ഹൂ ഈസ് ഡീംഡ് ടു ബി അസസി അണ്ടർ എനി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ ഹൂ ഈസ് the eldest son or legal heirs of a deceased person who is expired without writing a will of the executor or a legal heir of the property of a deceased person who has passed on his property to the executor in a writing shall be treated as deemed assessee for income tax purpose. അതായത് ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ഒരാൾ ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പായിട്ട് മരണപ്പെടുകയോ അയാളുടെ സ്വത്തുവകകൾ ആരുടെ പേരാണെന്ന് കൃത്യമായി എഴുതപ്പെടുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ മൂത്ത മകൻ എൽഡസ്റ്റ് സൺ ആയിരിക്കും, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലീഗൽ ഹെയർ ആയിരിക്കും ഡീംഡ് അസസി എന്ന് പറയുന്നത്. അടുത്തൊരു കൺസെപ്റ്റാണ് അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുന്നത്. അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുന്നത് എ പേഴ്സൺ ഹൂ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി ഇൻ ഡീഫോൾട്ട് അണ്ടർ എനി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. അതായത് നിയമപ്രകാരം ടാക്സ് അടയ്ക്കാൻ ബാധ്യതയുണ്ടായിട്ടും അത് അടയ്ക്കുന്നില്ല എങ്കിൽ അയാളെയാണ് എന്ത് പറയുന്നത്, അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹൂ വാസ് ലയബിൾ ടു ഡിഡക്ട് ടാക്സ് ബട്ട് ഹാസ് ഫെയിൽഡ് ടു ഡു സോ ഷാൾ ബി ട്രീറ്റഡ് ആസ് ആൻ അസസി ഇൻ ഡീഫോൾട്ട്. ഫോർ എക്സാമ്പിൾ, ഒരു എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയീസിന് നൽകപ്പെടുന്ന സാലറിയിൽ നിന്ന് സർട്ടൻ പെർസെൻറ്റേജ് ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി അഥവാ ഡ്യൂട്ടി എംപ്ലോയർക്ക് ഉണ്ട്. എംപ്ലോയർ അത് ചെയ്യുന്നില്ല, കൃത്യസമയത്ത് ആ ഒരു ടാക്സ് ഡിഡക്റ്റ് ചെയ്യുകയും ഇൻകം ടാക്സിലേക്കോ അല്ലെങ്കിൽ സർട്ടൻ ഗവൺമെൻറ്റുകളിലേക്കോ അടയ്ക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു എംപ്ലോയറെ നമുക്ക് എന്ത് പറയാം, അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയാവുന്നതാണ്. ഓക്കെ, നമ്മളിന്ന് ബേസിക് കൺസെപ്റ്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു.